അങ്ങനെ എന്നത്തെയും പോലെ ഇന്ന് ജോലിക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്ന വണ്ടി ഇന്ന് വരാൻ വൈകിട്ടാ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടി വന്ന അവിടേക്ക് പോയി, വണ്ടിയിൽ കയറി. അങ്ങനെ പണി സൈറ്റ് എത്തി. മിഷീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് നടക്കണം വണ്ടിയുടെ അടുത്തേക്ക്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഓയിൽ വെള്ളമൊക്കെ നോക്കി പണി തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു മഴച്ചാറ്റലുണ്ടായി. അങ്ങനെ പണി തുടങ്ങി. പോയത് ഇവിടുത്തെ പോലീസ് വണ്ടികളാണ് കേട്ടോ. ഇരിക്കുന്നത് ഈ സൈറ്റിലെ ഹെൽപ്പറാണ്. പുള്ളി ഒരു ബംഗാളിയാണ്. ഉച്ച ആയപ്പോഴേക്കും സൂര്യൻ ഫുള്ള് ബ്രൈറ്റ്നെസ് ഇട്ടിട്ട് നല്ല കത്തി നിൽക്കുന്നുണ്ട്. ഫുഡ് വന്നു. അങ്ങനെ ഇന്ന് എന്താണാവോ കറി. എപ്പോഴും ഉള്ള പോലെ റെസ്റ്റ് ഒന്നും ഇല്ലാട്ടാ. അങ്ങനെ വേഗം പണി തുടങ്ങി. അവനും എന്നെ പോലെ പണി തുടങ്ങി. ഇവിടെ പിന്നെ റെസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ റെസ്റ്റ് ഉണ്ടാവാറില്ല. ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ പണിക്കിറങ്ങണം. 1ഉം 2ഉം ആലോചിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ വൈകുന്നേരമായി. വണ്ടി ഒതുക്കാൻ സമയമായി. അങ്ങനെ എല്ലാവരും വണ്ടി ഒതുക്കുകയാണ്. ഞാനും പനി നിർത്തി. ഇന്ന് രാവിലത്തെ പോലെ തന്നെ വൈകിട്ടും വണ്ടി വരാൻ കുറച്ച് വൈകി. അപ്പോൾ കുറച്ചിങ്ങനെ നടക്കുക. ഇവിടെ മൊത്തം പൊടിയാട്ടോ, പൂഴി പോലത്തെ മണ്ണ. അറ്റത്ത് കാണുന്നതാണ് റോഡ്. ഇവിടെ നിന്ന് അതുവരെ നടക്കണം. ഇത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ പഴയ ഒരു ടൈപ്പ് പോസ്റ്റാണ്. മരം കൊണ്ടുള്ള പോസ്റ്റാണ്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മരമാണ്. ഇത് എൻ്റെ വണ്ടിൻ്റെ ബക്കറ്റാണ് കേട്ടോ. ഇപ്പോൾ ബ്രേക്കറാണ്, അതുകൊണ്ട് ഇത് അഴിച്ചു വെച്ചിരിക്കുകയാണ്. ആവശ്യം വരുമ്പോൾ നമ്മളിതെടുത്ത് കയറ്റും. റോഡിൽ അത്യാവശ്യം നല്ല വണ്ടി തിരക്കുണ്ട്. ടൂറിസ്റ്റ് സമയമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വണ്ടികൾ ദിവസേന പാസ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്നു എന്നും കൂട്ടിക്കൊണ്ടുപോകാറുള്ള നമ്മുടെ സ്വന്തം വണ്ടി. എന്നും ഇറങ്ങാറുള്ള സ്ഥിരം സ്പോട്ടെത്തി. അങ്ങനെ റൂമായി. ഇനി നേരെ റൂമിലോട്ട് വൈകുന്നേരത്തെ പരിപാടി ആലോചിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി.